ഈ ഒരു മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, അദാബറസ്. കേരളത്തിലെ ഉറുദു അധ്യാപകരുടെ ഏക സംഘടനയാണ് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ. സംഘടനാ രംഗത്തും അക്കാദമിക രംഗത്തും KUTA മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ദിവസം കേരളത്തിലെ ഉറുദു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഭാഷാ സ്നേഹികൾക്കും ഏറെ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന IT വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഉറുദു ക്ലാസ് റൂം എന്ന ആപ്പിൻ്റെ ലോഞ്ചിങ് നടക്കുകയാണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഭാഷാ സ്നേഹികൾക്കും ഏറെ പ്രയോജനകരമാണ് ഈ ആപ്പ്. ഈ ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും മാസ്റ്റർ ട്രെയിനറുമായിട്ടുള്ള യൂനുസ് മാസ്റ്ററാണ്. KUTA സംസ്ഥാന സെക്രട്ടറി C. ഹനീഫ മാസ്റ്ററുടെ നേതൃത്വത്തിൽ IT വിങ് സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തു വരുന്നു. ഇന്ന് നമ്മൾ ഉറുദു ക്ലാസ് റൂം എന്ന ആപ്പിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ MP രാജേഷ് അവർകളാണ്. വളരെ തിരക്കിന് ഇടയിലും നമ്മുടെ ആപ്പ് ഉദ്ഘാടനം ചെയ്യാൻ സന്മനസ് കാണിച്ച ശ്രീ MP രാജേഷ് അവർകളെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന KUTA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KP ഷംസുദ്ദീൻ തിരൂർക്കാടിനെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ആപ്പിനെ പരിചയപ്പെടുത്തുന്നത് KUTA IT വിങ് കോർഡിനേറ്റർ C. ഹനീഫ മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന SCRT മുൻ റിസർച്ച് ഓഫീസർ N. മൊയ്തീൻകുട്ടി മാസ്റ്റർ, KUTA മുൻ സംസ്ഥാന പ്രസിഡന്റ് M. ഹുസൈൻ മാസ്റ്റർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയർമാൻ ഉറുദു ഡോക്ടർ സലീം പുൽസാരകത്ത്, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് മെമ്പർ ഉസ്മാൻ താമരത്ത്, KUTA അക്കാദമിക് വിഭാഗം കൺവീനർ T. അസീസ് മാസ്റ്റർ, ഈ ചടങ്ങിന് നന്ദി പറയുന്ന KUTA ട്രഷറർ N. ബഷീർ മാസ്റ്റർ എന്നിവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ KUTA മുഴുവൻ ഭാരവാഹികളെയും ഈ ആപ്പിൻ്റെ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച യൂനുസ് മാസ്റ്റർ അടക്കമുള്ള മുഴുവൻ IT വിദഗ്ധരെയും മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഭാഷാസ്നേഹികൾ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം മോദി ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് ഡോക്ടർ KP ഷംസുദ്ദീൻ തിരൂർക്കാരനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ആദരണീയനായ നമ്മുടെ നിയമസഭാ സ്പീക്കർ, കേരള ഉറുദു ടീച്ചർ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, പ്രിയ ഉറുദു അധ്യാപകരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് KUTA സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു നിമിഷത്തിലാണ് നാം നിൽക്കുന്നത്. ഇപ്പോഴുള്ള സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ മഹാമാരി കൊണ്ട് സ്കൂൾ പഠനം, കോളേജ് പഠനം എല്ലാം എങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളാണ് നേരിടുന്നത് എന്ന് നമുക്ക് അറിയാം. ഓൺലൈൻ ക്ലാസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗങ്ങൾ. ഈ വർഷം ഇങ്ങനെ ഒരു പ്രയാസം നേരിടും നമ്മൾ ആരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഏതായാലും കേരള ഉറുദു ടീച്ചർ അസോസിയേഷൻ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ 5ാം ക്ലാസ്സിൽ പുതുതായി വരുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് വിഭവങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അവർ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളെ ആശങ്ക എങ്ങനെയൊക്കെയാണ് നമ്മൾ അകത്തേണ്ടത് എന്നൊക്കെ കേരള ഉറുദു ടീച്ചർ അസോസിയേഷൻ
സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 5ാം ക്ലാസ്സിലെയും മറ്റേ ക്ലാസ്സുകളിലെ കുട്ടികൾക്കൊക്കെ ഉറുദുവുമായി ബന്ധപ്പെട്ട് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ IT വിഭാഗം, നമ്മുടെ അക്കാഡമിക് വിഭാഗവും KUTA കീഴിലുള്ള അക്കാഡമിക് വിഭാഗവും IT വിഭാഗവും വളരെ നന്നായി മനോഹരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നാം ഒരു വലിയ പദ്ധതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഉറുദു ക്ലാസ് റൂം ആപ്പ്. ഉറുദു ക്ലാസ് റൂം ആപ്പിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചൊന്നും പറയുന്നില്ല, നമ്മൾ നേരിട്ട് കാണേണ്ട വിഷയമാണ്. ഏതായാലും ഇന്ന് ഈ ഉറുദു ക്ലാസ് റൂം ആപ്പ് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ലഭിച്ചത് നമ്മളെ നിയമസഭാ സ്പീക്കർ ആകേഷ് സാറാണ്. ഈ ആപ്പ് ലോഞ്ചിങ് ചെയ്യാൻ വേണ്ടി ഞാൻ വളരെ ബഹുമാനത്തോടെ ആദരവോടെ നമ്മുടെ നിയമസഭാ സ്പീക്കർ സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ ഉറുദു ക്ലാസ് റൂം ആപ്പ് ലോഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഉറുദു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ ആപ്പ്. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഗെയിമുകൾ, ആക്ടിവിറ്റികൾ എന്നിവയൊക്കെ ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയതായി മനസ്സിലാക്കുന്നു. വിക്ടേഴ്സ് ചാനലിൽ വരുന്ന ഉറുദു ക്ലാസ്സുകൾ, വർക്ക്ഷീറ്റുകൾ, ടാലൻ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ദിനാചരണങ്ങൾ, പാഠഭാഗത്തിലെ കവിതകൾ, മുൻവർഷങ്ങളിലെ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തുടങ്ങി കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ വിരൽത്തുമ്പിലൂടെ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ ആപ്പ്. ഇത് പഠനം വളരെ അനായാസമാക്കി മാറ്റും, ഹൃദ്യമാക്കി മാറ്റും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ഈ ആപ്പിൻ്റെ രൂപകൽപ്പന. ഈ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതായി ഞാൻ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. ഇങ്ങനൊരു ആപ്പ് രൂപപ്പെടുത്തിയ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. പ്രിയമുള്ള ഭാഷാ സ്നേഹികളെ, ആദാബ്. KUTA സംസ്ഥാന IT വിങ്ങിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഉറുദു ക്ലാസ് റൂം ആപ്പിന്റെ ലോഞ്ചിങ് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ MP രാജേഷ് അവറുകൾ നിർവഹിച്ചിരിക്കുകയാണ്. കോവിഡ് മഹാമാരി കൊണ്ട് വിദ്യാലയങ്ങളിലേക്ക് എത്താനോ തങ്ങളുടെ അധ്യാപകരുമായി സംവദിക്കാനോ കഴിയാത്ത ഈ സാഹചര്യത്തിൽ വിവര സാങ്കേതിക വിദ്യയിലൂടെ ഉറുദു പഠനത്തിലേക്കുള്ള ഈ കാൽവെപ്പ് പഠിതാക്കളിൽ തീർച്ചയായും നവ്യാനുഭവം പകരുന്നതായിരിക്കും. വിവിധ സ്റ്റാൻഡേർഡുകളിലെ കൈറ്റ് വിക്ടേഴ്സ് ഓൺലൈൻ ക്ലാസുകൾ, വർക്ക്ഷീറ്റുകൾ, ചോദ്യപേപ്പറുകൾ, പാഠഭാഗത്തിലെ കവിതകൾ, ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ടാലന്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ തുടങ്ങി കളിയിലൂടെ ഭാഷയെ സ്വായത്തമാക്കാൻ ഉതകുന്ന ഗെയിമുകൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ഒരുപാട് കരങ്ങളുടെ പരിശ്രമമുണ്ട്. ഡിസൈൻ നിർവഹിച്ചു തന്ന സംസ്ഥാന IT അംഗം കൂടിയായ യൂനുസ് മാഷ്, KUTA സംസ്ഥാന ഭാരവാഹികൾ, അക്കാഡമിക് വിങ്, IT വിങ് എന്നിവയിലെ അംഗങ്ങൾ, ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് പിന്തുണച്ചവർ തുടങ്ങിയ എല്ലാവർക്കും സംസ്ഥാന IT വിങ്ങിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തുടർന്ന് ഉറുദു ക്ലാസ് റൂം എന്ന ഈ ആപ്പിന്റെ അതിനെ യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ടും നിർത്തുന്നു. ശുക്രിയ. ഖുദാ ഹാഫിസ്. प्यारे दोस्तों, आदाब. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ IT വിങ് മാതൃകാപരവും വിപ്ലവകരവുമായ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു.
ഉറുദു ക്ലാസ് റൂം ആപ്പ്. ഈ ആപ്പിൻ്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇന്ന് നിർവഹിക്കുകയാണ്. അറിവിൻ്റെ ലോകത്തേക്ക് സൗഹാർദ്ദത്തിൻ്റെ സാങ്കേതികതയുടെയും പുതിയ വാതായനങ്ങൾ തുറക്കുന്ന ഈ ഉത്തമ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. सितारों से आगे जहां और भी है, सितारों से आगे जहां और भी है, अभी इश्क के इम्तहान और भी है. आपका बहुत बहुत शुक्रिया. जय हिंद. आदाब अर्ज़ दोस्तों, सबसे पहले केरला उर्दू टीचर्स एसोसिएशन के आईटी विंग को मुबारकबाद देता हूं, जिन्होंने उर्दू की तरक्की और तरवीज के लिए अपना काम खूब निभा रहे हैं. दरअसल केरला में उर्दू की तरक्की का काम हमारे जैसे उर्दू असातिज़ा का है, क्योंकि हम उर्दू के साये में ही जी रहे हैं. इसके अलावा उर्दू की शीरीनी और मिठास हम चख चुके हैं. हम जानते हैं उर्दू सिर्फ़ एक ज़बान ही नहीं, बल्कि हमारा वतन हिंदुस्तान में इत्तिहाद पैदा करने में बहुत बड़ा रोल अंजाम दिया है. अंग्रेज़ों के ख़िलाफ़ आज़ादी की लड़ाई में उर्दू आज़ादी की इस तहरीक के लिए एक ताकत बनी थी, जोश और वलवला पैदा किया था, और हिंदू और मुसलमानों में यकजहती कायम करने में बहुत बड़ी खिदमत अंजाम दी हैं. हिंदुस्तानी ज़बानों में सिर्फ़ उर्दू ज़बान ही फ़ख्र के साथ सर उठाकर बोल सकती है कि हिंदुस्तान की तमाम रियासतों में अदबी तख्लीक सिर्फ़ उर्दू ही का है. मैं यहाँ तर्जुमा या अदबी तनकीद के बारे में नहीं कह रहा हूँ, बल्कि अदबी तख्लीक के बारे में है. जिस तरह केरला में ज़ुलेखा हुसैन और सैयद मोहम्मद सरवर की हैं, इसी तरह हिंदुस्तान की तमाम रियासतों में उर्दू के अदीब हैं. दूसरी बात यह है कि उर्दू इंसानियत और इंसान दोस्ती की ज़बान है, मगर यह ज़बान गलत फहमी की शिकार बनी है. मौजूदा दौर में इस ज़बान की बड़ी अहमियत है. इस ज़बान की तरक्की और इशाअत के लिए कोटा के आईटी विंग जो काम अंजाम दे रहे हैं, इसके लिए मैं तह दिल से मुबारकबाद देता हूँ. शुक्रिया. खुदा हाफिज़. ഉറുദു പഠന ക്ലാസ് മുറികൾക്ക് പുതിയ ദിശാബോധവും മാനവും നൽകുന്ന രീതിയിൽ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ അക്കാദമിക് കൗൺസിലിൻ്റെ കീഴിലുള്ള IT വിങ്ങിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഉറുദു ക്ലാസ് റൂം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉറുദു വിദ്യാർത്ഥികൾക്കും പഠിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വളരെ സഹായകരമാകും എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഉറുദു ക്ലാസ് മുറികൾക്കും പുതിയ ഉണർവും ഉന്മേഷവും നൽകാൻ കഴിയുന്ന രീതിയിൽ ഈ ആപ്ലിക്കേഷൻ മാറട്ടെ എന്നും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യൂനുസ് മാസ്റ്റർ അടക്കം ഉറുദു IT വിദഗ്ധരടക്കം ഉറുദു IT വിങ്ങിൻ്റെ സംഘാടകരടക്കം കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഉറുദു. സർവാദരണീയനായ കേരള നിയമസഭയുടെ അധ്യക്ഷൻ ശ്രീ MP രാജേഷ്, കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ഭാരവാഹികൾ, പ്രിയങ്കരായിട്ടുള്ള സഹപ്രവർത്തകരെ, കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കീഴിലുള്ള IT വിങ് സാങ്കേതിക തികവുള്ള ഒരു പുതിയ ഓൺലൈൻ പഠനത്തിന് സഹായകരമായിട്ടുള്ള ഒരു ആപ്പ് ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ഏറ്റവും സന്ദർഭോചിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണിത്. ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഒരു ഇടപെടലാണ്. തികച്ചും അനുകരണീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് KUTA IT വിങ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. വളരെ മിടുക്കന്മാരായിട്ടുള്ള അധ്യാപകർ ക്ലാസ് റൂം അനുഭവങ്ങൾ
അതിൻ്റെ തനിമയോടെ തന്നെ കുട്ടികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി, ഓൺലൈൻ പഠനം അവിസ്മരണീയമായിട്ടുള്ള അനുഭവമാക്കി മാറ്റുന്നതിന് വേണ്ടി, ക്ലാസ് മുറികളുടെ ജൈവബന്ധം തിരികെ പിടിക്കാൻ ആവശ്യമായ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങളുമായിട്ടാണ് ഈ ആപ്പ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഈ കോവിഡ് മഹാമാരിക്കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട ക്ലാസ് റൂമുകളെ തിരികെ പിടിക്കുന്നതിന് വേണ്ടി, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഏറ്റവും മികച്ച ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി തികച്ചും സഹായകരമാകും. പഠനം കുട്ടികൾക്ക് ഏറ്റവും ലളിതവും ആകർഷകവുമാക്കി മാറ്റാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് ഭാഷാ പഠനത്തെ ഈ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എത്രമാത്രം രചനാത്മകമാക്കാം എന്നാണ് ഉറുദു അധ്യാപകന്മാരുടെ ഈ പരിശ്രമം ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. ഈ സംരംഭത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. അഭിവാദ്യം. आदाब। उर्दू पढ़ने वाले बच्चों के लिए केरला उर्दू टीचर्स एसोसिएशन का आईटी विंग ने जो लर्निंग ऐप तैयार किया गया है, उसका इफ्तिताह केरला असम्बली के मुअज़्ज़िज़ स्पीकर आली जनाब एमबी राजेश ने किया है। ये हमारे लिए बहुत ही नाज और फ़ख्र की बात है। उर्दू पढ़ने वाले बच्चों के लिए ये बहुत मुफीद और कारामद साबित होगी। KUTA के IT विंग के मातहत तैयार की गई इस शानदार प्रोग्राम को KUTA अकादमिक काउंसिल की तरफ से मुबारकबाद पेश करता हूँ। खुदा हाफिज़। शुक्रिया। ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, പ്രിയ ഉറുദു സ്നേഹികളെ, അധ്യാപകരെ, കേരളത്തിലെ ഉറുദു അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വളരെ സന്തോഷത്തിൻ്റെ ദിനമാണ് ഇന്ന്. നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഉറുദു ക്ലാസ് റൂം എന്നുള്ളൊരു ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇന്ന് ലഭ്യമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ അഡ്വക്കേറ്റ് MB രാജേഷ് അവർ ഈ ആപ്പിൻ്റെ ലോഞ്ചിങ് ഇന്ന് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അധ്യാപകരും എല്ലാവരും ഉറുദു പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് ഇത് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കണം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഉറുദു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും റിസോഴ്സുകളും ഈ ആപ്പിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വരും ദിനങ്ങളിൽ നമുക്ക് കൂടുതൽ കവിതകളും അതുപോലെ തന്നെ പ്രൈമറി തലത്തിൽ കൂടുതൽ ഗെയിമുകളുമെല്ലാം ഉൾപ്പെടുത്തി ഇതിനെ കൂടുതൽ റിസോഴ്സ്ഫുൾ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. ഏതായാലും ഈ അവസരത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരാദാ, നാം ഇന്ന് ഒരു സന്തോഷജനകമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന IT വിങ് രൂപകൽപ്പന നടത്തിയ ഉറുദു ക്ലാസ് റൂം എന്ന ആപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ആപ്പിൽ കേരളത്തിലെ ഉറുദു വിദ്യാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ഭാഷാ സ്നേഹികൾക്കും ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ഇത് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു ആപ്പായി മാറുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാന്യ സ്പീക്കർ അഡ്വക്കേറ്റ് MB രാജേഷ് അവറുകളാണ്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ ഈ KUTAക്ക് വേണ്ടിയിട്ടും IT വിങ്ങിന് വേണ്ടിയിട്ടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിനെ ഔപചാരികമായിട്ട് സ്വാഗതം നടത്തിയത് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി ലത്തീഫ് സാറാണ്. അദ്ദേഹത്തിന് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ ചടങ്ങ് അധ്യക്ഷം വഹിച്ചത് KUTAയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഷംസുദ്ദീൻ തിരൂർക്കാട് അവർ. അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇവിടെ ആപ്പ് പരിചയപ്പെടുത്തിയത് ബഹുമാന്യനായ IT കോർഡിനേറ്ററും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ അനീഫ മാഷ. അദ്ദേഹത്തിനും അകമഴിഞ്ഞ നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ,
കൂടാതെ നമ്മുടെ ഈ ചടങ്ങിൽ ഇന്ന് ആശംസകൾ അർപ്പിച്ചത് ഒന്ന് ബഹുമാന്യായ മുൻ റിസർച്ച് ഓഫീസർ മൊയ്തീൻകുട്ടി സാറാണ്. രണ്ടാമത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം സലീം സാറാണ്. മൂന്നാമതായിട്ട് KUT-യുടെ മുൻ പ്രസിഡന്റ് ഹുസൈൻ മാഷ്. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത് അവറുകളാണ്. കൂടാതെ നമ്മുടെ അക്കാഡമിക് കൗൺസിലിന്റെ കോർഡിനേറ്ററായ അസീസ് സാർ. ഇവർക്കെല്ലാം ഒറ്റ വാക്കിൽ KUT-യുടെ പേരിൽ ITവിങ്ങിന്റെ പേരിൽ നന്ദി കടപ്പാട് രേഖപ്പെടുത്തും. കൂടാതെ ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു വ്യക്തി നമ്മുടെ സുഹൃത്തായ ഈ ആപ്പ് രൂപകൽപ്പന ചെയ്ത ബഹുമാന്യനായ യൂനുസ് സാറാണ്. അദ്ദേഹം ഇപ്പോൾ മഞ്ചേരി ബോയ്സ് സ്കൂൾ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് എൻ്റെയും സംഘടനയുടെയും ITവിങ്ങിന്റെയും കൃതജ്ഞതയും കടപ്പാട് രേഖപ്പെടുത്തും. കൂടാതെ ഈ ITവിങ്ങിന് വേണ്ടി പ്രവർത്തിച്ച സഹപ്രവർത്തകരായ ധാരാളം അധ്യാപകർ, അവർക്കും അവരോടൊപ്പം നിന്ന മറ്റ് അധ്യാപകർ, അതുപോലെ തന്നെ കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും മറ്റു ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഖുദാ ഹാഫിസ്.